പഴക്കേക്ക് ഉണ്ടാക്കാവേ. 2 കപ്പ് ആട്ടമാവാണ്. 1/4 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 2 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. 5 ഏലക്കായും എടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിന് ഉണ്ടംപുരി, പഴക്കേക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴക്കേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഉണ്ടംപുരി എന്നൊക്കെ അല്ലാണ്ട് കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചതിലേക്ക് 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഓപ്ഷണലാണ്, അല്ലാണ്ട് നമുക്ക് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ അങ്ങനെയാണ് ഇടുന്നത്. ഇന്ന് അതിനുള്ള തേങ്ങ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരല്പം മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടിയും ചേർത്ത് നല്ലോണം മാവ് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് കൈ കൊണ്ട് തന്നെ നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒരു ചെറു ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാനായിട്ട് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു ലൂസ് പരുവത്തിൽ ഈ ഒരു ഇതിലാണ് കിട്ടേണ്ടത്. പിന്നെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ട് നമ്മൾ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടും. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇട്ട് കൊടുക്കാം. വലിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിൾ തന്നെ വെച്ചേക്കണേ. കാരണം എന്ന് വെച്ചാൽ എന്നാൽ മാത്രമാണ് അകത്ത് നല്ലോണം ഒരിഞ്ഞ് വരത്തുള്ളൂ. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. സൂപ്പറല്ലേ? നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.